ഈ പെണ്ണുമ്പോൾ ഇത് എന്തൊക്കെ വൃത്തികേടാ ഇപ്പൊ വന്ന് സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്ന അറിയുമോ? ഇത് എന്താ ഉദ്ദേശിച്ചെന്ന് ഈ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം കുറച്ച് സൂസ് വായിലോട്ട് ഇട്ടിട്ടോ എന്നൊക്കെയുള്ള ആക്ഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഈ രേണുവിന്റെ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് വൃത്തികെട്ട കോൺസെപ്റ്റുകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ 18 വയസ്സ് തികയാത്തൊരു ഇവിടം കൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോ, നിങ്ങൾ ഈ വീഡിയോ മുമ്പോട്ട് കാണരുത്. വളരെ മോശമായിട്ടുള്ള ചില കോൺസെപ്റ്റുകളെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ, രേണുവിന്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ, ഇന്ന് നമ്മുടെ ഇലക്ഷൻ ഡേ ആണ്. അപ്പൊ നിങ്ങൾ പലരും പോയി വോട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലർ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവും. അപ്പോൾ വോട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു സാധനം, 5 വർഷത്തിൽ ഒരൊറ്റ തവണയാണ് നമുക്ക് ഇവരെ കുത്താനുള്ള ഒരു അവസരം കിട്ടുന്നത്. സോ കറക്റ്റ് ആയിട്ട് കുത്തുക. നമ്മൾ ആരെയാണോ കുത്തുന്നത് അവരായിരിക്കും ഇനിയുള്ള 5 വർഷം നമ്മുടെ പള്ളക്കിട്ട് കുത്താൻ പോകുന്നത്. സോ ആര് നമ്മളെ കുത്തണമെന്ന് വ്യക്തമായിട്ട് ചിന്തിച്ചിട്ട് പോയി കുത്തുക കേട്ടോ. ശരി, നമുക്ക് രേണുവിന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. രേണുവിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ, രേണു സബ്സ്ക്രിപ്ഷനിൽ ഇപ്പൊ കുറെ വൃത്തികെട്ട രീതിയിലുള്ള, അതായത് വെറും ഡബിൾ മീനിങ് നിറഞ്ഞ രീതിയിലുള്ള ആക്ഷൻസും ചേഷ്ടകളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തുടങ്ങി. അതായത് പുള്ളിക്കാരിയുടെ പ്രൊഫൈലിന്റെ DP ഉണ്ടായിരുന്നു. ഈ DP സുധിച്ചേട്ടനായിരുന്നു. സുധിച്ചേട്ടന്റെ DP മാറ്റിയപ്പോഴാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിനകത്തൂടെ പുള്ളിക്കാരിയുടെ ശരീരഭാഗങ്ങൾ, എന്റെ തല, എന്റെ മുഖം, എന്റെ ശരീരം, എന്റെ ഫിഗർ ഇത് കാണിച്ചു തുടങ്ങിയത്. ഇപ്പൊ പുള്ളിക്കാരി പേരിനകത്ത് പുതിയൊരു മാറ്റം വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ, വെരിഫിക്കേഷൻ കിട്ടിയപ്പോൾ പേര് മാറി. ഇനി രേണു സുധി അല്ല, രേഷ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരുടെ പേരിന്റെ നെയിം, പ്രൊഫൈലിന്റെ നെയിം രേഷ്മ P. തങ്കച്ചൻ. ഇതിനകത്ത് അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പലരോടായിട്ട് തിരക്കി, ഈ വെരിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരോട് തിരക്കിയപ്പോഴത്തേനും, വെരിഫിക്കേഷൻ നടക്കണമെങ്കിൽ ഇവരുടെ പ്രൊഫൈലിന്റെ പേര്, ഇവരുടെ പ്രൂഫിലുള്ള പേരെന്താണോ ആ പേരായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ രേഷ്മ തങ്കച്ചൻ എന്ന് മാറ്റിയത്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, സുധിച്ചേട്ടന്റെ പേര് മാറ്റിയപ്പോഴാണ് ഒരു ഇവല്യൂഷൻ സംഭവിച്ചത്. അതിൽ പിന്നെ പുള്ളിക്കാരി ഈ പറയുന്ന പോലെ ഇച്ചിരി വസ്ത്രത്തിന്റെ അളവുകൾ കുറയ്ക്കുകയും സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആളുകളെ പുളകം കൊള്ളിക്കുന്ന ചില സാധനങ്ങൾ ഇടുകയൊക്കെ ചെയ്ത്, ഇപ്പൊ പേര് മാറ്റുമ്പോൾ അടുത്തൊരു ഇവല്യൂഷൻ സംഭവിക്കും. മറ്റു ചില ഭീകരമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതല്ല പ്രശ്നം. പുള്ളിക്കാരി സ്റ്റോറി ഇട്ട കുറെ സാധനങ്ങളാണ് ഞാൻ കാണിക്കപ്പെടുന്നത്. പുള്ളിക്കാരി മറ്റൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറിക്കകത്ത് പുള്ളിക്കാരി ഇട്ടിരുന്നത്, ഇത് മെയിൻ സ്ട്രീം 1 എന്ന് പറയുന്ന ചാനലാണ് ഇട്ടത്. അത് രേണു സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി രേണു സുധി അല്ല, ഓക്കെ ഫൈൻ. രേഷ്മ P. തങ്കച്ചൻ, അതും കറക്റ്റ് ആണ്. മാസം 5 ലക്ഷത്തിലധികം സബ് വരുമാനം. 5 ലക്ഷോ? ശരി, അതും ഓക്കെ ഫൈൻ, നമ്മൾ സമ്മതിച്ചു. പണവും പ്രശസ്തിയും, 2ാം വിവാഹവും. ഈ സാധനം രേണു തന്നെ രേണുവിന്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടൊരു സാധനമാണ്. ഈ മെയിൻ സ്ട്രീം 1 എന്ന് പറയുന്ന ചാനല് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വോട്ട് വാങ്ങിയിട്ട് വന്നപ്പോഴത്തേനും രേണു സുധി 2ാം വിവാഹം പടച്ചേക്കാം എന്ന് പറഞ്ഞൊരു സാധനം അടിച്ചു വിട്ടേണോ? ശരി, അവരങ്ങനെ അടിച്ചു വിട്ടാണെങ്കിൽ തന്നെ അത് പിടിച്ച് നിങ്ങൾ സ്റ്റോറി ആക്കുമ്പോഴത്തേനും നിങ്ങൾ എന്താണ് അത് വീണ്ടും പുറത്തേക്ക് വിടാൻ നിൽക്കുന്നത്? 2ാം വിവാഹം കഴിക്കാൻ പോകുന്നതാണോ? അതോ അങ്ങനെ ഒരു പുതിയ കോൺട്രവേഴ്സി ഉണ്ടാക്കണമെന്നാണോ? ഇവര് എന്തൊക്കെ തോന്നിയ കാണിക്കുന്നറിയോ? ഇത്രയും നാള് ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാമാനം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ, എന്റെ തല, എന്റെ മുഖം, എന്റെ ബോഡി, എന്റെ ഫിഗർ. ഞാൻ സബില് പലതരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്, ചിലപ്പോൾ വസ്ത്രം ഇടാതെ വരും, നീയൊക്കെ സബ് ചെയ്തിട്ട് കാണാറ ഒരു സാധനമായിരുന്നു. ഇപ്പോ നമ്മുടെ ലോകത്തിൽ സാങ്കേതിക വിദ്യയുടെ വലിയൊരു വളർച്ചയിലേക്കാണ് കൊണ്ടിരിക്കുന്നത്. ഈ വളർച്ചയുടെ സാഹചര്യത്തിൽ സ്വന്തം മുഖവും സ്വന്തം ശരീരവും സ്വന്തം ഫിഗറും കയ്യിലിരിക്കുമ്പോൾ പുള്ളിക്കാരി വെച്ചിട്ട് ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട്, എന്തിനാണ് ഇത് ഇങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടേ? അത് ആവശ്യമില്ലാത്ത പലയിടത്തും മറുകൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക തരം ഫോട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പറയാനായിട്ടാണ്, എന്തെങ്കിലുമൊക്കെ സീൻ വന്നു കഴിഞ്ഞാൽ, ഞാനല്ല അത് ഇതൊക്കെ ആദ്യം ഞാൻ ഇട്ടില്ലായിരുന്നു, അതുപോലെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ പറയും ഞാനല്ല അത് എന്ന് പറയാനുള്ള ഒരു സാമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ ഇതിലേക്ക് പോവാം. ഇത് സ്റ്റോറികളിലേക്ക് പോവാം. സ്റ്റോറി നമ്പർ 1. ഇങ്ങനെ കുറെ സാമാനങ്ങൾ ഇടുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരുടെ കാലിന്റെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് കാലിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കുറെ വൃത്തിയിട്ട കോൺസെപ്റ്റുകളെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് രജിത് സാറ് ഈ ഒരു സബ്സ്ക്രിപ്ഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൂടെ കണ്ടിട്ട് ഈ കാലിലേക്ക് വരാം. ഇവിടെ വരെ കണ്ട 18 വയസ്സ് തികഞ്ഞവര് ഈ കാലിന്റെ കൂടെ കാണണം കേട്ടോ. പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറെ ആൾക്കാർ, ആരാണ് ഇവർ? ഇവർ കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ചുപേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തന്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും, വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ട് രജിത് സാറ് ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാറിന് അറിയത്തില്ലായിരുന്നോ? സാറിന് സപ്പോർട്ട് ചെയ്ത് സാറിന് ഷിങ്കിടി ആയിട്ടുള്ള രേണു സുധി ഇത് ചെയ്യുന്ന സാറിന് അറിയത്തില്ലായിരുന്നോ? സാറ് പർപ്പിളിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇത് രേണുവിനെ മാത്രം സംബന്ധിക്കുന്ന പ്രശ്നമല്ല. ഈ പർപ്പിൾ ആയാലും
ലൈഫ്സ് സ്റ്റോറീസ് ഓഫ് ശരണ്യ ആയാലും പിന്നെ ഈ സബ്സ്ക്രിപ്ഷനിൽ ശരീരഭാഗങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യന്റെ ലൈംഗിക ചൊവ്വയെ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ളൊരു ഇതിനെ ചൂഷണം ചെയ്യുന്ന എല്ലാവരെയും പെടും കേട്ടോ ഈ സാധനം. നമ്മൾ ഒരാളായിട്ട് പറയുന്നില്ല. നിമിഷ ബിജോ, നിഷാന വ്ളോഗ്സ്, ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും ചോദിക്കുന്നത് കേട്ടോ, ഡാ നീ എന്തിനാണ് രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ മാത്രം പറഞ്ഞത്? രേണുവിന്റെ മാത്രമല്ല, നിങ്ങൾ എന്റെ ചാനൽ എടുത്ത് നോക്ക്. നിഷാനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിമിഷ ബിജു പറഞ്ഞിട്ടുണ്ട്, തുമ്പി പറഞ്ഞിട്ടുണ്ട്, എല്ലാ തുമ്പിയും ബക്കയും പാറ്റും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരീരഭാഗങ്ങൾ കാണിക്കുന്നതിനോടാണ് നമുക്ക് വിയോജിപ്പ്. അത് കാശിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കാശിന് വേണ്ടി കുടുംബത്തിന്റെ ഭദ്രത ഉറപ്പിക്കാൻ വേണ്ടി കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ശരീരം മേടിച്ച് തെറ്റാണോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എതിരെ സംസാരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാര് തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്. ആരെ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായവര് കമന്റ് ഇട്ടോ, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണം ഉണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാ ധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഉണ്ടോ? ഇപ്പോഴും ഇല്ല. ഇപ്പൊ ആൾക്കാർ വരുന്നത് എന്തിനാ? ലവളൊരു ഐറ്റം, ലവളുടെ ഫോട്ടോ കാണാം എന്നും പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരുടെയും സബ്സ്ക്രിപ്ഷനിൽ ആൾക്കാർ കയറുന്നത്. ഈ സാധനം എല്ലാം ഷെയർ ആയിട്ട് പോവുകയും ചെയ്യും. ഇവര് കാശ് കൂടുതൽ കിട്ടാനായിട്ട് ശരീരഭാഗങ്ങളെ കൂടുതൽ സാധനങ്ങൾ എക്സ്പോസ് ചെയ്ത് ലാസ്റ്റ് ചെയ്ത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. എവിടെയെങ്കിലും പോയി നിൽക്കും, നമുക്കെന്ത്. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെ ആയിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് നമ്മളൊക്കെ പറയുന്ന മറ്റൊരു പോയിന്റ്. ഇപ്പൊ ഈ രജിത് സാറ് ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുമെങ്കിലും ചില സമയത്ത് ഇതുപോലെ സത്യങ്ങൾ പറയും. നാളെ ഇപ്പൊ നമ്മൾ ബേസിക്കലി രേണു സുധി ആയിക്കോട്ടെ, നിമിഷ ബിജു ആയിക്കോട്ടെ, നിഷാന വ്ളോഗ്സ് ആയിക്കോട്ടെ, തുമ്പി ആയിക്കോട്ടെ, തുപ്പി ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ മക്കൾ വളർന്നു വരുമ്പോഴത്തേനും ഈ മക്കളുടെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കള് സ്വാഭാവികമായിട്ടും അവരുടെ പ്രായത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് അവർ ഇത്തരത്തിലുള്ള ചില അശ്ലീല വീഡിയോകളിലേക്ക് പോകും. ഈ പോകുന്ന സമയത്ത് ലവന്റെ അമ്മയുടെ ഫോട്ടോ ഞാൻ കണ്ടു കേട്ടോ. ലവന്റെ അമ്മയുടെ എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും ഈ ഒരു കുട്ടിക്കുണ്ടാകുന്ന സാധനം നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ നിങ്ങൾ പൈസ ഉണ്ടാക്കുക, പൈസ ലാവിഷ് അടിപൊളി എന്ന് ചിന്തിക്കുമ്പോഴത്തേനും അത് തകർക്കാൻ പോകുന്നത് മറ്റൊരാളുടെ ജീവിതമാണ്. ആ മറ്റൊരാൾ എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ കൂടെയുള്ള, നിങ്ങളുടെ തന്നെ രക്തത്തിൽ പറഞ്ഞ പിള്ളേരുടെ ജീവിതമായിരിക്കും ഇത് താറുമാറാക്കാൻ പോകുന്നത്. പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം ഇല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തൻ്റെ സംസ്കാരവും തൻ്റെ കുലീനത്വവും തൻ്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗുണം ലഭിക്കും. അതെ, ഈ കുലീനത്വം എനിക്കറിയത്തില്ല. അപ്പൊ അതൊക്കെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നിൽക്കണം. ഈ രജിത് സാറ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ഇത്തരം കാണിക്കുന്ന ആൾക്കാരെയൊക്കെയാണ്. രജിത് സാറിന് ഡയറക്റ്റ് ആയിട്ട് രേണുവിനെ അറിയാമല്ലോ. രേണുവിനെ കുറെ നാൾ പൊക്കി തല വെച്ചോണ്ട് നടക്കുന്നുണ്ടല്ലോ. സീറ്റ് ബെൽറ്റ് ഇട്ട് ഇടിച്ചു കൊടുക്കുന്നു, കോഴി ഓടിച്ചിട്ട് മുട്ട ഇടിക്കുന്നു. അപ്പൊ രേണുവിനോട് കൂടി ഒന്ന് പറയാ. ഇനി നമുക്ക് രേണുവിന്റെ കാല് വിഷയത്തിലേക്ക് വരാം. രേണു ഇപ്പൊ കാലിനെ വല്ലോണ്ട് അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ രേണു സബിലിട്ട ഒരു കാലിന്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾ പ്രായപൂർത്തിയാവത്തവരൊക്കെ ഇറങ്ങിപ്പോളെ എന്നിട്ട് കാണും. രോമാഞ്ചിഫിക്കേഷൻ, യെസ് അത് തന്നെ. പുള്ളിക്കാരിക്ക് രോമാഞ്ചം വരെ വരുന്നത്. ഓക്കെ, ആളുടെ കാലിനെ ഭയങ്കരമായിട്ട് ഇപ്പൊ കുറെ വീഡിയോസിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാലിനെ പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കാലിന്റെ വീഡിയോസ് ഇടുന്നു, കാലിൽ കാണിക്കുന്നു, മറ്റേ ഇടുന്ന പാവാട പോലത്തെ സാധനത്തിന്റെ ഇറക്കം കുറയുന്നു. അങ്ങനെ കാലിലാണ് രേണുവിന്റെ ഫുൾ ഫോക്കസ് പോകുന്നത്. ഈ കാലിലേക്ക് ഫോക്കസ് പോകാനുള്ള പ്രധാന കാരണം പുള്ളിക്കാരുടെ കാലിന് ഒരുപാട് ആരാധകരുണ്ട്. അതുകൊണ്ടാണ് ഇമാതിരി കുറെ അപരാധങ്ങൾ രണ്ടും തന്നെ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രേണു ഈ കാലിനെ കുറിച്ച് പറയുന്ന 1-2 ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം. ക്ലിപ്പ് നമ്പർ 1. പിന്നെ ചുണ്ടിനുണ്ട്. മൊത്തത്തിൽ ആരാധകരുണ്ട്. എടുത്തിട്ടില്ലടാ, സ്പെഷ്യലായിട്ട് പറഞ്ഞ കണ്ണും കാലും. കൂടുതൽ ആൾക്കാർ എന്ത് കാണുന്ന പറയുന്നത് കാലും. ഓക്കെ, കൂടുതൽ ആളുകളും രേണുവിന്റെ അതിമനോഹരമായ കാലിന്റെ ആരാധകരാണെന്നാണ് പറയുന്നത്. ഈ കാലിനെ കുറിച്ച് കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാലിന് വർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കാലിനെ ആരാധിക്കുന്ന ചില ടീംസ് ഉണ്ട്. ഇവന്മാർക്ക് ഇപ്പൊ നമ്മൾ ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ആൺകുട്ടിയെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അവരുടെ മുഖം കാണുമ്പോഴായിരിക്കും അട്രാക്ഷൻ തോന്നുന്നത്,
ചിലർക്ക് മറ്റു ചില ശരീരഭാഗങ്ങൾ കാണുമ്പോഴായിരിക്കും അട്രാക്ഷൻ തോന്നുന്നത്, ചിലർക്ക് മുടി കാണുമ്പോഴായിരിക്കും അട്രാക്ഷൻ തോന്നുന്നത്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. എന്നാൽ ഈ ചില ആളുകൾക്ക് ഈ കാല് കാണുമ്പോഴാണ് അട്രാക്ഷൻ വരുന്നത്. ഈ കാലിനെ ഇവരെ ആരാധിക്കും. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഫീറ്റ് ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ആളുകളാണ്. ഈ ഫീറ്റ് ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ കാലിനെ ആരാധിക്കുക, കാലിന്റെ ചിത്രം വരയ്ക്കുക, കാലിന്റെ ഫോട്ടോ എടുത്ത് പ്രൊഫൈൽ പിക്ചർ ആക്കി ഇടുക, അങ്ങനെ കാലിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങൾ. ഈ കാലിനെ ഇങ്ങനെ, അതായത് സെക്ഷലി അട്രാക്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വൈകൃതമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫീറ്റ് ലവ് ചെയ്യുന്ന ഇത് കാണും, ഒത്തിരി അവന്മാർ ഇത് കാണും, നിനക്കൊക്കെ ഇത് പോലും എനിക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെ ഇപ്പൊ ആരുടെ കാലാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ അടിമയായിട്ട് ഈ ഇഷ്ടപ്പെടുന്ന ആൾ പോകും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ രേണുവിന്റെ കാലൊരുത്തൻ ഇഷ്ടപ്പെട്ട്, അപ്പൊ അവൻ പറയാം ഞാൻ ഇന്ന് മുതൽ രേണുവിന്റെ അടിമയാണെന്ന് പറയും. അപ്പോ പുള്ളിക്കാരി ഒരു അടിമയെ പോലെ ട്രീറ്റ് ചെയ്യണം, അടിമയോട് എങ്ങനെ പെരുമാറും അങ്ങനെയൊക്കെ പെരുമാറണം. അപ്പൊ ഈ സെക്ഷുവലി ഉള്ള കാര്യങ്ങളൊക്കെ ഈ അടിമയോട് എങ്ങനെ ബിഹേവ് ചെയ്ത് അങ്ങനെ നിൽക്കണം. അതായത് ഈ ആള് അയാളുടെ അടിമയായിട്ട് നിൽക്കും. ഇതാണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് രേണുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി, ഈ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോ ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സാധനങ്ങൾ കാണാൻ പറ്റും. ഇതാണ് ഈ ഫീറ്റ് ലവേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് കാലിനോട് ഒരു അട്രാക്ഷൻ തോന്നി. അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൽ അട്രാക്ഷൻ ആണ്. ഇവർ ആരുടെ കാലിലാണോ അട്രാക്ട് ആകുന്നത് അതിൽ ഒരാളുടെ ഞാൻ നിങ്ങളുടെ അടിമയാകും എന്ന് പറഞ്ഞ് അടിമയാകുകയും അവർ പറയുന്ന എന്ത് കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, അവർ പറയുന്ന എന്ത് കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതിനെ ഭയങ്കരമായിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ഒരു സാധനം കൂടി ഇതിനകത്തുണ്ട്. ഇനി രേണു പറയുന്ന ഒരു പോയിന്റ് കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അത് ഞാൻ പറയത്തില്ലേ എന്ന് രേണു പറഞ്ഞിട്ടുണ്ട്. സോ രേണു ഇത് പലരോടായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഒന്നുകൂടെ വെക്കാം. രേണു അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ അത് പറയത്തില്ലേ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. സോ രേണു അത് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കേൾക്കാം. എന്താ പറഞ്ഞേ? ഒരു അടിമ ഒന്നുകൂടെ കേൾപ്പിക്കാം. ഞാൻ നോക്കിയപ്പോ ഒരു അടിമ എന്ന് തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് പുള്ളിക്കാരി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ എന്റെ ഈ വീഡിയോ കാണുന്ന ഒരാളുണ്ട്, അയാള് ഒരാളെ അടിമയായിട്ട് അക്സെപ്റ്റ് ചെയ്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ പുള്ളിക്കാരി എന്താ പറയുന്നത്, ഒരുത്തൻ എന്റെ കാലിനെ കണ്ട് ഫ്ലേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ കാലിനെ അവന് ഇഷ്ടമാണെന്ന് പറയുന്നത്. അതിന് പകരം പുള്ളിക്കാരി യൂസ് ചെയ്ത ടേം തന്നെ ഒരു അടിമ. മീൻസ് പുള്ളിക്കാരി അവനെ അടിമയായിട്ട് സ്വീകരിച്ചു. ഇപ്പൊ ഞാൻ പറയുന്ന അവനെ ഞാൻ അടിമയെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. അടിമ എന്ന് തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. ബാക്കി കേൾക്കാം. ഞാൻ നോക്കിയപ്പോ അവരുടെ ഫ്രണ്ട് മറ്റേ ഡിസ്പ്ലേ ആയിട്ട് സ്ക്രീൻഷോട്ട് പോട്ടെ സ്ക്രീൻ സേവ് ആയിട്ട്. ഓക്കെ, അപ്പൊ രേണുവിന്റെ ഫോട്ടോ അവര് സ്ക്രീൻ സേവർ ആയിട്ട് ഇട്ടിരിക്കുന്നു എന്നാണ് രേണു പറഞ്ഞത്. അതാ രേണുവിന്റെ അടിമ. ഈ ഫോണിലെ DP എന്ന് പറയുന്നത് മാറ്റി പറഞ്ഞു, ഫോണിന്റെ സ്ക്രീൻ സേവർ എന്ന് പറഞ്ഞു. ഈ സ്ക്രീൻ സേവർ ആയിട്ട് സാധനം രേണു എങ്ങനെ കണ്ടു? രേണുവിന്റെ അടിമയുടെ ഫോണിന്റെ സ്ക്രീൻ സേവർ രേണു എങ്ങനെ കണ്ടു? അപ്പൊ അത് ലോക്ക് ചെയ്തിട്ട സമയത്തായിരിക്കും രേണു കണ്ടത്. ഇത് വളരെ വൃത്തികെട്ടൊരു കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. വളരെ മോശമായിട്ടൊരു സാധനമാണ് ഇതിനകത്ത് നടക്കുന്നത്. എനിക്കൊന്ന് ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ കുറെ പേർക്ക് അറിയായിരിക്കും. ഇപ്പൊ രേണു പാടെ കൈവിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. രേണു ആദ്യം കാണിച്ച സാധനക്ക് ഇതൊരു വൃത്തിയോടാണ് രേണുവിന് അറിയുമോ? ഈ സജീനയോ അല്ലെങ്കിൽ ശ്രീതുവോ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളാണ് ഡയറക്റ്റ് ആക്സസ് പുള്ളിക്കാരിയായിട്ടുള്ളത്, അതുകൊണ്ടാട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇമ്മാതിരി വൃത്തിയോടെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ. അവര് കാണിച്ച് ഇത് വേറെ ലെവലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി രേണുവിനെ മറ്റു പല ഇതിലും നമ്മൾ കാണാൻ ഒരു ഇടയുണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇതിനും കൊള്ളാടെ, ഇങ്ങനെ കാലിനെ ആരാധിച്ച് പുള്ളിക്കാരി കാലൊക്കെ അയച്ചു കൊടുത്ത് അടിമേനെയൊക്കെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്തു. നീ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി പിരുത്തളയും പന്നി അടിമയൊക്കെ ഉണ്ട് എന്ന സാധനമൊക്കെ വരും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തും. നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കാലിനോടുള്ള ഭ്രാന്തുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. പിള്ളേരെ മറുപടി കിടക്കുക കേട്ടോ.